ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് ദൈവവചനം സംബന്ധിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ വന്നിരിക്കുകയാണ് ഞാൻ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ലോകം മുഴുവൻ ക്രിസ്തുവിൻ്റെ പീഠാനുഭവങ്ങളുടെ ഒരു ഓർമ്മ പുതുക്കിയ ആഴ്ചയാണ്. അവൻ മനുഷ്യവർഗത്തിനു വേണ്ടി ഒരു പാപയാഗമായി തീർന്നതിൻ്റെ ഓർമ്മ, അവൻ്റെ പീഠാനുഭവങ്ങളുടെ ചിന്തകളൊക്കെ അവർ ആഘോഷിച്ച ഒരാഴ്ചയാണ്. എന്നാൽ ഈ ഒരു സമയം ഇങ്ങനെയുള്ള ചിന്തകൾ എല്ലാം, അല്ലെ ആചാരങ്ങളെല്ലാം ക്രൈസ്തവ സഭ നൂറ്റാണ്ടുകളായി പുലർത്തിപ്പോരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. ഇങ്ങനെ പുലർത്തിപ്പോരുന്ന ഈ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എന്തുമാത്രം വേദ അനുമതിയുണ്ട്, വിശുദ്ധ വേദപുസ്തകം എന്തുമാത്രം ഇങ്ങനെയുള്ള ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഉപദേശിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നുണ്ട് എന്ന് ചിന്തിക്കുവാൻ ഇതനുഷ്ഠിക്കുന്ന ഒരു ക്രൈസ്തവരും ഇന്നുവരെ തയ്യാറായിട്ടില്ല. അവരുടെ പാരമ്പര്യങ്ങൾ അവരെ അടിച്ചേൽപ്പിക്കുന്ന ആചാരങ്ങൾ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് അവയിൽ കൂടിയാണ് തങ്ങളുടെ രക്ഷ എന്നുള്ള ആ വലിയ ഒരു വിശ്വാസത്തിൽ അവർ മുമ്പോട്ട് പോവുകയാണ്. എന്നാൽ കാൽവറി അവരാചരിക്കുന്നത് ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി കാൽവറിയിൽ ജീവനെ നൽകിയ ഒരു ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ ബലിയാണ്, യാഗമാണ് അവർ അനുഷ്ഠിക്കുന്നത് എന്നുള്ളത്. ആ യാഗത്തിൻ്റെ ഓർമ്മയാണ് അവർ കൊണ്ടാടുന്നത് എന്ന് ഇരിക്കെ തന്നെ അതിൻ്റെ അപ്പുറം അപ്പോൾ തങ്ങളുടെ വിശ്വാസത്തെ, തങ്ങളുടെ നിത്യജീവനെ, തങ്ങളുടെ രക്ഷയെ ഏത് മാർഗത്തിൽ ആ രക്ഷ പ്രാപിക്കാം എന്നുള്ള കാഴ്ചപ്പാടിനെ, അതിനെയൊക്കെ അതിന് വേണ്ടത്ത അർത്ഥമൊന്നും കൊടുക്കാതെ വെറും യാന്ത്രികമായി ചില ആചാരങ്ങളിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നാം ഒരു സ്വതന്ത്ര മനസ്സോടെ വിശുദ്ധ വേദപുസ്തകം പഠിക്കുന്ന പക്ഷം, അങ്ങനെ ഒരു വേദവിദ്യാർത്ഥി എന്നുള്ള ആ നിലയിൽ നിന്നുകൊണ്ട് എനിക്ക് കാണാൻ സാധിക്കുന്ന ചില വസ്തുതകൾ, അതാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. തികച്ചും വേദവിരുദ്ധമായിരിക്കുന്ന ആചാരങ്ങൾ, അങ്ങനെ ആചാര ജഡിലമായ ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾ, അവയെക്കുറിച്ച് ഏറെ ദുഃഖത്തോടു കൂടി മാത്രമേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. അധപ്പതനത്തിൻ്റെ വലിയ ചുഴിയിലാണ് ക്രൈസ്തവ സമൂഹം നിൽക്കുന്നത് എന്നുള്ളത് വലിയൊരു നഗ്ന സത്യമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടത്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് അത് അവനെ എല്ലാവിധത്തിലും, അത് ഗുണീകരണത്തിന്, നീതിയിലെ അഭ്യാസനത്തിന്, അങ്ങനെ എല്ലാ വിധത്തിലും ഒരുവനെ പൂർണ്ണതയിലെത്തിക്കുവാൻ, അവനെ ജീവനിലെത്തിക്കുവാൻ, അവനെ യഥാർത്ഥ മനുഷ്യനാക്കി തീർക്കുവാൻ, അവന് രക്ഷയുടെ വഴി ഒരുക്കി കൊടുക്കുവാൻ ദൈവത്തിൻ്റെ ഈ വചനങ്ങൾക്ക് സാധിക്കും. അപ്പൊ എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ എന്നാ പറഞ്ഞത്. അത് അവനെ ദൈവത്തിൻ്റെ മനുഷ്യനെ പൂർണ്ണതയിലെത്തിക്കാൻ അതിന് സാധിക്കും. അതുകൊണ്ട് എന്നാൽ ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം, വിശുദ്ധ വേദപുസ്തകം മനുഷ്യനെ മനുഷ്യനാക്കാൻ വേണ്ടി ദൈവം നൽകിയ ഈ പുസ്തകം ഉള്ളപ്പോൾ അവയിലേക്കൊന്നും തിരിഞ്ഞു പോലും നോക്കാതെ പാരമ്പര്യങ്ങളിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട്, പാരമ്പര്യങ്ങളിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് സഭയും പുരോഹിതന്മാരും നൽകുന്ന ആചാരങ്ങൾ അതേപടി അനുഷ്ഠിക്കാൻ തയ്യാറാകുന്ന അടിമകളെ പോലെയുള്ള ജനവിഭാഗം നമുക്ക് എത്ര ദുഃഖം തോന്നും. അങ്ങനെയുള്ള ആ അവസ്ഥയാണ് നാം നോക്കുക. വേദപുസ്തകത്തിലേക്ക് 1-2 നൂറ്റാണ്ടുകളിൽ ഇതുപോലെയുള്ള, വിശേഷിച്ചും വേദപുസ്തകം എഴുതി തീർക്കുന്ന 1-ാം നൂറ്റാണ്ടിലാണ്, ഈ വേദപുസ്തകത്തിൽ ഏതെങ്കിലും ഭാഗത്ത് ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരാചാരം പറയുന്നുണ്ടോ? നമ്മൾ ചിന്തിച്ചു നോക്കിക്കുക. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം മാത്രം വായിക്കുക, വേറെ ഒന്നും വായിക്കണ്ട. അവിടെ അപ്പോസ്തലന്മാർ നടത്തിയിരിക്കുന്ന പ്രേക്ഷിത വേല, സുവിശേഷ വേലയിൽ എവിടെയെങ്കിലും രക്ഷയ്ക്ക് വേണ്ടി
ഇപ്രകാരം ഒരു ആചാരത്തിലേക്ക് കടന്നു പോകണമെന്ന് അവർ അനുശാസിക്കുന്നുണ്ടോ? ഇന്ന് കത്തോലിക്ക സഭ അവരുടെ ആദ്യ പോപ്പായി അവർ പ്രഖ്യാപിക്കുന്നത് പത്രോസ്ലീഹായെ. അതിൻ്റെ വസ്തുത എന്തുമായിക്കൊള്ളട്ടെ. അപ്പൊ അങ്ങനെ അവർ പത്രോസ്ലീഹായെ ആദ്യ പോപ്പായി അംഗീകരിച്ച ആ സഭ പത്രോസിന്റെ വാക്കുകൾ എന്താ പറയുന്നത്? നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്നല്ലേ പത്രോസ് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത്. നാം രക്ഷിക്കപ്പെടുവാൻ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ രക്ഷയ്ക്കും മറ്റൊരു മാർഗവുമില്ല എന്ന് പത്രോസ് തന്നെ നമ്മളോട് പറയുമ്പോൾ അവരുടെ പൗരോഹിത്യത്തിന്റെ അടിസ്ഥാനമെന്ന് അവർ പഠിപ്പിക്കുന്ന ആ പത്രോസിന്റെ വാക്കുകൾ കേൾക്കാൻ ഇവർ എത്ര പേർ തയ്യാറാണ്? അപ്പൊ ഇതൊക്കെയും ഇവയൊക്കെ വെറും ചവറ്റുകുട്ടയിൽ തള്ളിക്കൊണ്ട ഇന്നത്തെ ക്രൈസ്തവ സമൂഹം മുമ്പോട്ട് പോകുന്നത്. ഞാൻ 2 വേദഭാഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് കൊരിന്ത്യർ 10-ാം അധ്യായം അതിന്റെ 20-ാം വാക്യമാണ്. അവിടെ പറയുന്നു, എന്നാൽ ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്കത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. ഭൂതങ്ങളുടെ മേശയിലും ദൈവത്തിന്റെ മേശയിലും നിങ്ങൾ അംശികളാകുവാനും പാടില്ല. ഭൂതങ്ങളുടെ മേശയിലും കർത്താവിന്റെ മേശയിലും നിങ്ങൾ അംശികളാകുവാൻ പാടില്ല. നോക്കുക, അപ്പോൾ എന്താ പറഞ്ഞത്? ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്കത്രേ. അപ്പൊ ആ ജാതികൾ ബലി കഴിക്കുന്നത് പോലെ അവർ ദൈവത്തിനാണ് തങ്ങളുടെ ബലികൾ എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവർ ബലി കഴിക്കുന്നത്. പക്ഷെ അത് യഥാർത്ഥത്തിൽ ദൈവത്തിനല്ല, പിന്നെ അത് ഭൂതങ്ങൾക്കാണ്. അപ്പൊ നാം കഴിക്കുന്ന ബലികൾ ഇതുപോലെ ദൈവത്തിനാണോ ഭൂതങ്ങൾക്കുള്ള ബലികളാണോ എന്ന് ഈ സമൂഹം, ക്രൈസ്തവ സമൂഹം ഒന്ന് ചിന്തിക്കണ്ടേ? ഈ ബലികൾക്ക് നേതൃത്വം കൊടുക്കുന്ന പുരോഹിത വർഗം ഒന്ന് ചിന്തിക്കണ്ടേ? അപ്പൊ എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല എന്ന് അപ്പോസ്തലൻ പറയുന്നത്. പിന്നെ നിങ്ങൾ ഭൂതങ്ങളുടെ മേശയിലും കർത്താവിന്റെ മേശയിലും അംശികളാകുവാനും പാടില്ല. ഇന്ന് നാം കാണുന്നത്, ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ കുറെ പുരോഹിതന്മാരുണ്ട്. അവര് ഇങ്ങനെ ഭൂതങ്ങളുടെ മേശയിലും ദൈവത്തിന്റെ മേശയിലും ഒരുപോലെ പങ്കാളികളായിക്കൊണ്ട് ധ്യാന ഗുരുക്കന്മാരെന്ന് പറഞ്ഞിട്ട് അവർ ഈ ക്രൈസ്തവ സമൂഹത്തെ അല്ലെങ്കിൽ ദൈവവചനത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കുറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, അവർ നടത്തുന്ന ആചാര അനുഷ്ഠാനങ്ങൾക്ക് അതിന്റെ സാധുതയാണ് അവർ വെളിപ്പെടുത്തുന്നത്. എന്നാൽ ഇത് കേൾക്കുന്നവർ ഈ ഇവര് ദേവാലയത്തിൽ ഇത് വിശ്വാസികളോട് പറഞ്ഞാൽ പോരെ, ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ ജാതി കാര്യങ്ങൾ പറയുമ്പോൾ അക്രൈസ്തവരായിരിക്കുന്നവർ പോലും യുക്തിവാദികളായി അല്ലെങ്കിൽ ഈശ്വര നിഷേധികളായി തീരാനാണ് ഇവരുടെ ഈ സോഷ്യൽ മീഡിയ പ്രയോഗങ്ങളോട് സാധിക്കുന്നത്. അതുകൊണ്ടും പണമുണ്ടാക്കാനുള്ള മാർഗമാണ്. യൂട്യൂബിലും അത് കുറെ ധ്യാന ഗുരുക്കന്മാരുണ്ട്. അവരിങ്ങനെ സ്വദേശത്തും വിദേശത്തും പറന്നു നടക്കുക ധ്യാനിപ്പിക്കാൻ. അവിടെയൊക്കെ പറയുന്നത് എന്താ? ഭൂതങ്ങളുടെ മേശയിലേക്കാണ് അവർ ഈ വിശ്വാസികൾ എന്ന് പറയുന്നവരെ കൊണ്ടുപോകുന്നത്. അതേസമയം അവർ പറയുന്നത് ഞങ്ങൾ ദൈവത്തിന്റെ കുഞ്ഞാടുകളാണ്, ദൈവത്തിന്റെ പുരോഹിതന്മാരാണ്. അപ്പൊ ഇവർക്ക് ദൈവത്തെ ഉപേക്ഷിക്കാൻ പറ്റൂല. കാരണം ദൈവത്തെ അവർ പ്രകടമായി ഉപേക്ഷിച്ചാൽ ഒരുവനും ഇവരുടെ വാക്കുകൾ കേൾക്കാൻ വരികയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കൈയിൽ ദൈവത്തെ സ്വീകരിക്കുകയും ദൈവത്തെ ഘോഷിക്കുകയും മറ്റേ കൈ കൊണ്ട് അല്ലെങ്കിൽ മറുവശത്ത് ദൈവത്തിന് വിരോധമായിരിക്കുന്ന ദൈവത്തിന്റെ ആലോചനയിൽ പോലും വരാത്ത കുറെ ആചാരങ്ങൾ ഈ സഭാംഗങ്ങളെ സ്വന്തം കസ്റ്റഡിയിൽ നിർത്താൻ വേണ്ടി, സഭയിൽ ബന്ധിച്ച് നിർത്താൻ വേണ്ടി, എങ്കിൽ മാത്രമേ സഭയ്ക്ക് സഭയ്ക്ക് വരുമാന മാർഗം ഉണ്ടാകുകയുള്ളൂ. പുരോഹിതന്മാർക്ക് ഇപ്രകാരമുള്ള ഒരു സുഖലോലുപതയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള വഴിയായിട്ടല്ലേ അവർ ചെയ്യുന്നത്. ഇനി മറ്റൊരു വേദഭാഗം യെഹെസ്കേൽ പ്രവചനമാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണ്ട. അപ്പൊ യെഹെസ്കേൽ പ്രവചനം
അതിന്റെ 8-ാം അധ്യായം നമ്മോട് പറയുക. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: 6-ാം ആണ്ട് 6-ാം മാസം 5-ാം തീയതി ഞാൻ വീട്ടിലിരിക്കുകയും യഹൂദാ മൂപ്പന്മാർ എന്റെ മുമ്പിൽ ഇരിക്കുകയും ചെയ്തപ്പോൾ അവിടെ യഹോവയായ കർത്താവിന്റെ കൈ എന്റെ മേൽ വന്നു. അപ്പോൾ ഞാൻ മനുഷ്യ സാദൃശ്യത്തിന് രൂപം കണ്ടു. അവന്റെ അര മുതൽ കീഴോട്ട് തീ പോലെയും അര മുതൽ മേലോട്ട് സ്വർണത്തിന്റെ പ്രഭ പോലെയുമായിരുന്നു. അങ്ങനെ വന്നിട്ട് തൊട്ട് താഴെ പറയുക: യെരുശലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിൽക്കൽ എന്നെ കൊണ്ടുചെന്നു. അവിടെ തീഷ്ണത ജനിപ്പിക്കുന്ന തീഷ്ണതാ ബിംബത്തിന്റെ ഇരിപ്പിടമുണ്ടായിരുന്നു. അവിടെ ഞാൻ സമഭൂമിയിൽ കണ്ട ദർശനം പോലെ ഇസ്രയേലിന്റെ ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, തലപൊക്കി വടക്കോട്ട് നോക്കുക എന്ന് കൽപ്പിച്ചു. ഞാൻ തലപൊക്കി വടക്കോട്ട് നോക്കി. യാഗപീഠത്തിന്റെ വാതിലിന് വടക്കോട്ട് പ്രവേശനത്തിങ്കൽ തന്നെ ആ തീഷ്ണതാ ദൈവത്തെ കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, അവർ ചെയ്യുന്നത് ഞാൻ എന്റെ വിശുദ്ധ മന്ദിരം വിട്ടുപോകേണ്ടതിന് ഇസ്രയേൽ ഗൃഹം ഇവിടെ ചെയ്യുന്ന മഹാമ്ലേച്ഛതകൾ തന്നെ നീ കാണുന്നുവോ? ഉണ്ടോ? ഞാൻ എന്റെ വിശുദ്ധ മന്ദിരം വിട്ടുപോകേണ്ടതിന് ഇസ്രയേൽ ഗൃഹം ഇവിടെ ചെയ്യുന്ന മഹാമ്ലേച്ഛതകൾ തന്നെ നിങ്ങൾ കാണുന്നുവോ? ഇതിലും വലിയ മ്ലേച്ഛതകളെ നീ കാണും എന്നരുളി ചെയ്തു. അവൻ എന്നെ പ്രാകാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുപോയി. ഞാൻ നോക്കിയപ്പോൾ ചുവരിൽ ഒരു ദ്വാരം കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ചുവർ കുത്തി തുറക്കുക എന്ന് പറഞ്ഞു. ഞാൻ ചുവർ കുത്തി തുറന്നാറെ ഒരു വാതിൽ കണ്ടു. അവൻ എന്നോട്, അകത്തിയെന്ന് അവർ ഇവിടെ ചെയ്യുന്ന വല്ലാത്ത മ്ലേച്ഛതകളെ നോക്കുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ അകത്തിയെന്ന് വെറുപ്പായുള്ള ഓരോ തരം ഇഴജാതികളെയും മൃഗങ്ങളെയും ഇസ്രയേൽ ഗൃഹത്തിന്റെ സകല വിഗ്രഹങ്ങളെയും ചുറ്റും ചുവരിന്മേൽ വരച്ചിരിക്കുന്നത് കണ്ടു. അവയുടെ മുമ്പിൽ ഇസ്രയേൽ ഗൃഹത്തിന്റെ മൂപ്പന്മാരിൽ 70 പേരും ശാഫാന്റെ മകനായ യയസന്യാവ് അവരുടെ നടുവിലും ഓരോരുത്തൻ കയ്യിൽ ധൂപകലശം പിടിച്ചുകൊണ്ട് നിന്നു. മേഘത്തിന്റെ വാസന പൊങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ അവൻ എന്നോട്, മനുഷ്യപുത്ര, ഇസ്രയേൽ ഗൃഹത്തിന്റെ മൂപ്പന്മാർ ഇരുട്ടത്ത് ഓരോരുത്തൻ താന്താന്റെ ബിംബങ്ങളുടെ അറകളിൽ ചെയ്യുന്നത് നീ കാണുന്നുവോ? യഹോവ നമ്മെ കാണുന്നില്ല, യഹോവ ദേശത്തെ വിട്ടുപോയിരിക്കുന്നു എന്ന് അവർ പറയുന്നു എന്നരുളി ചെയ്തു. അവർ ഇതിലും വലിയ മ്ലേച്ഛതകളെ ചെയ്യുന്നത് നീ കാണുമെന്നും അവൻ എന്നോട് പറഞ്ഞു. അവൻ എന്നെ യഹോവയുടെ ആലയത്തിൽ വടക്കോട്ടുള്ള വാതിലിന്റെ പ്രവേശനത്തിങ്കൽ കൊണ്ടുപോയി. അവിടെ സ്ത്രീകൾ തമ്മൂസിനെ കുറിച്ച് കരഞ്ഞും കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നുവോ? ഇതിലും വലിയ മ്ലേച്ഛതകളെ ഇനിയും കാണും എന്നരുളി ചെയ്തു. അവൻ എന്നെ യഹോവയുടെ ആലയത്തിന്റെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി. യഹോവയുടെ മന്ദിരത്തിന്റെ വാതിക്കൽ മണ്ഡപത്തിനും യാഗപീഠത്തിനും നടുവേ ഏകദേശം 225 പുരുഷന്മാർ തങ്ങളുടെ മുതുക് യഹോവയുടെ മന്ദിരത്തിന്റെ നേരെയും മുഖം കിഴക്കോട്ട് തിരിച്ചുകൊണ്ട് നിന്നിരുന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നുവോ? യഹൂദാഗൃഹം ഇവിടെ ചെയ്യുന്ന മ്ലേച്ഛതകൾ പോരാഞ്ഞിട്ടോ അവർ എന്നെ അധികം കോപിപ്പിപ്പാൻ ദേശത്തെ സാഹസം കൊണ്ട് നിറയ്ക്കുന്നത് കണ്ടില്ലേ? അവർ ചുള്ളി മൂക്കിനോട് തൊടുവിക്കുന്നത്. ആകയാൽ ഞാനും ക്രോധത്തോടെ പ്രവർത്തിക്കും. എന്റെ കണ്ണ് ആദരിക്കയില്ല, ഞാൻ കരുണ കാണിക്കയുമില്ല. അവർ അത്യുച്ചത്തിൽ എന്നോട് നിലവിളിച്ചാലും ഞാൻ അപേക്ഷ കേൾക്കയില്ല എന്ന് പറഞ്ഞു. നോക്കുക, ഇവിടെ പ്രവാചകൻ ഈ ക്രൈസ്തവ സമൂഹത്തിൽ വരാനിരിക്കുന്ന മ്ലേച്ഛതകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ക്രൈസ്തവ സമൂഹം ആചരിക്കുന്ന എല്ലാ ആചാരങ്ങളും മ്ലേച്ഛതയുടെ അങ്ങേയറ്റത്തുള്ള മ്ലേച്ഛതകൾ അവർ പ്രവർത്തിക്കുന്നത്. അവര് പറയും ഇത് ദൈവത്തിനു വേണ്ടിയാണെന്ന്. എന്നാൽ ദൈവത്തിനു വേണ്ടിയാണോ?
എല്ലാം അവിടെ ഇത് ജാതീയ ദൈവങ്ങൾക്ക് ബലി കഴിക്കുന്ന അവസ്ഥയല്ലേ അവിടെ കാണുന്നത്. നാം നോക്കുക, ഇതിലെ ഈ മ്ലേച്ഛതകളിലേക്ക് ക്രൈസ്തവ സമൂഹം ആചരിക്കുന്ന മ്ലേച്ഛതകളിലേക്ക് നിങ്ങളെ ഞാൻ ഒന്ന് കൊണ്ടുപോവുകയാണ്. നിങ്ങൾ നോക്കുക, ഇപ്പൊ ഈ സമൂഹങ്ങൾ പറയുന്ന ഇപ്പൊ ഏപ്രിൽ 10 2-ാം വെള്ളിയാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഫ്രാൻസിസ് അസീസിയുടെ സ്വർഗപ്രവേശനത്തിന്റെ 800-ാം വാർഷികം എന്നാ പറയും. ഏപ്രിൽ 10 2-ാം വെള്ളി. ആ വെള്ളിക്ക് വലിയ പ്രത്യേകതയുണ്ട്. അത് ഫ്രാൻസിസ് അസീസിയുടെ സ്വർഗപ്രവേശനത്തിന്റെ 800-ാമത്തെ വാർഷികമാണ്. അപ്പൊ ഫ്രാൻസിസ് അസീസിയുടെ നാമത്തിലുള്ള ദേവാലയങ്ങളിൽ എന്തുണ്ടാകും? പൂർണ്ണ ദണ്ഡ വിമോചനം ഉണ്ടാകും അവിടെ പോയി പ്രാർത്ഥിച്ചാൽ. ഇത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വാർത്തയാണ്. എന്നിട്ടോ ഇരിങ്ങാലക്കുട രൂപതയിൽ ഒരൊറ്റ പള്ളിയേ ഉള്ളൂ ഫ്രാൻസിസ് അസീസിന്റെ നാമത്തിൽ. അപ്പൊ അതുകൊണ്ട് പൂർണ്ണ ദണ്ഡ വിമോചനം വേണ്ടവരെല്ലാം ഈ ഇരിങ്ങാലക്കുട രൂപതയുടെ കീഴിലുള്ള ഈ അസീസിയുടെ പേരിലുള്ള ദേവാലയത്തിലേക്ക് ചെല്ലണം. ഇതിനേക്കാൾ വലിയ മ്ലേച്ഛത എന്താ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവര് പറയും കർത്താവായ യേശുക്രിസ്തു പറഞ്ഞില്ല, പത്രോസ് അപ്പോസ്തലൻ എന്താ പറയുക? ഒരുത്തനിനും രക്ഷയില്ല, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നാം രക്ഷിക്കപ്പെടുവാൻ മറ്റൊരു നാമവുമില്ല എന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും ഒരു വിശുദ്ധന്റെ നാമത്തിൽ ഒരു പള്ളി സ്ഥാപിച്ചാൽ അവിടെ പൂർണ്ണ ദണ്ഡ വിമോചനമുണ്ടെന്ന്. ഇനി എന്താ ദണ്ഡ വിമോചനം? എവിടെയാ പറയുന്നത്? മനുഷ്യനെ കൊടുത്തിരിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് തിന്നുന്ന നാളിൽ മരിക്കുമെന്നാണ്. അപ്പൊ അവിടെയും മരിക്കുന്ന വ്യക്തിയുടെ ആത്മാവ് അനശ്വരമാണ്. അത് പാപിയാണെങ്കിൽ ഒരു ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകും. അവിടെ അവൻ മുഴുവൻ കാലവും ഒരു ദണ്ഡനമേറ്റുകൊണ്ട് കിടക്കേണ്ടി വരും. ആ ദണ്ഡനത്തിൽ നിന്ന് നിങ്ങൾക്കൊരു വിമോചനം കിട്ടണമെങ്കിൽ ഇവിടെ ജീവിക്കുമ്പോഴേ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ഫ്രാൻസിസ് അസീസിയുടെ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ മതി. എന്തൊരു മ്ലേച്ഛതയാ! ഇനി മറ്റൊരു പുരോഹിതൻ ഈ ദണ്ഡ വിമോചനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാവോ? നല്ല കുമ്പസാരം നടത്തി തിരുനാൾ ദിനത്തിൽ മുഴുവൻ കുർബാനയിലും പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ച് കരുണയുടെ ഛായാചിത്രം വണങ്ങി മാർപ്പാപ്പായുടെ നിയോഗങ്ങൾക്കായി പ്രാർത്ഥിച്ച് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോൾ പരിപൂർണ ദണ്ഡവിമോചനം. ഇതാണ് മറ്റൊരു പുരോഹിതൻ പറഞ്ഞേക്കുന്നത്. ഒരു വലിയ ധ്യാന ഗുരുവാ അദ്ദേഹം പറഞ്ഞേക്കുന്ന എങ്ങനെ പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കാമെന്ന്. എന്താ? നല്ല കുമ്പസാരം നടത്തണം. ഇപ്പൊ കുമ്പസാരം നടത്താൻ പോകുമ്പോൾ നമുക്കറിയാം പല അച്ഛന്മാരും അപ്പൊ ജയിലില്ല കുമ്പസാരിക്കാൻ പോയിരിക്കുന്നവരാ. പീഡനങ്ങൾക്ക് അവർ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരാ. ഈ അടുത്ത ദിവസം ഉണ്ടായി. അപ്പൊ കുമ്പസാരത്തിന്റെ പ്രയോജനം അതാ. നല്ല കുമ്പസാരം നടത്തി തിരുനാൾ ദിനത്തിൽ മുഴുവൻ കുർബാനയിലും പങ്കെടുക്കണം, വിശുദ്ധ കുർബാന സ്വീകരിക്കണം, കരുണയുടെ ഛായാചിത്രം വണങ്ങണം. നോക്കുക, നിങ്ങൾ ആരെ വണങ്ങണം? അപ്പൊ ഇങ്ങനെ ഈ കരുണയുടെ ഛായാചിത്രത്തിൽ വണങ്ങി മാർപ്പാപ്പായുടെ നിയോഗങ്ങൾക്കായി പ്രാർത്ഥിച്ച് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നു. ക്രൈസ്തവ സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ നോക്കണം. വീണ്ടും പറയാം, വലിയ നോമ്പ് 50 ദിവസത്തെയാ വലിയ നോമ്പ്. ഇതെവിടെയാ? ഇതിന് അവർ ആധാരം എന്താ? കർത്താവ് 40 ദിവസം നോമ്പ് നോറ്റുന്നതാണ്. അപ്പൊ ഈ 50 ദിവസത്തെ നോമ്പിനെ 2ആയി വിഭാഗിക്കുന്നു. 40 ദിവസം കർത്താവ് നോക്കിയ നോമ്പ് ഉപവാസം, അതിനുശേഷം 10 ദിവസം കർത്താവിന്റെ പീഡനങ്ങളുടെ ഓർമ്മ. എന്താ നോമ്പിൽ ചെയ്യുന്നത്? കർത്താവ് 40 ദിവസം നോമ്പ് നോക്കിയപ്പോൾ അവൻ രാപകൽ ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാതെ അവൻ 40 രാവും പകലും ഉപവസിച്ചവനാണ്. ഇന്നത്തെ 40 ദിവസത്തെ ഉപവാസത്തിൽ അല്ലെ 50 ദിവസത്തെ നോയമ്പിൽ ഇറച്ചിയും മീനും ഉപേക്ഷിച്ചാൽ മതി. എന്നിട്ട് ഇവര് പറയാ കർത്താവിന്റെ നോയമ്പിന്റെ അനുകരിക്കുന്നതാ ഞങ്ങള്. ലജ്ജയാവൂലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ കർത്താവിന്റെ നോയമ്പിനെ അനുകരിച്ചുകൊണ്ട് 40 ദിവസം 10 ദിവസം അവന്റെ പീഡാനുഭവങ്ങളെ സ്മരിച്ചുകൊണ്ട്
എന്നിട്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കിയ കർത്താവ് ഇത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ചെയ്തുള്ളൂ. ഇവരെന്തിനാ എല്ലാ വർഷങ്ങളിലും ചെയ്യുന്ന എന്തിനാ? ഒരു പ്രാവശ്യം കർത്താവിനെ അനുകരിച്ചിട്ടുള്ള ഒരു പ്രാവശ്യം ചെയ്താൽ പോലെ. എന്നിട്ട് ഇതിന് ശേഷം കർത്താവിനുണ്ടായ അനുഭവം എന്താ? കർത്താവിനെ പിശാച് മരുഭൂമിയിലേക്ക്, ആത്മാവനെ മരുഭൂമിയിലേക്ക് വഴി നടത്തി. പിശാച് എന്ത് ചെയ്തു? അവനെ അവിടെ പരീക്ഷിച്ചു. ഒരു പരീക്ഷണം എന്തായിരുന്നു? നീ അവനെ സകല ലോകവും, അവനെ ഗോപുരത്തിന്റെ അഗ്രത്തിൽ കൊണ്ട് നിർത്തി സകല ലോകവും അവനെ കാണിച്ചു. എന്നെ വീണ് വണങ്ങിയാൽ മതി, നിനക്കിത് സകല അധികാരവും നിനക്ക് ഞാൻ നൽകാമെന്ന് പിശാച് പറഞ്ഞു. നോക്ക, ഇന്നത്തെ പുരോഹിത വർഗം ഇപ്രകാരം ഉള്ള ആ പിശാചിന്റെ വാക്കുകൾ കേട്ട് ഈ ലോകത്തിന്റെ അധികാരത്തിനു വേണ്ടി ഈ ലോക ശക്തികളെയും പിശാചിനെയും വണങ്ങുന്നവരല്ലേ? ഒരു നിമിഷം അവര് അല്ലാതെ ഈ കർത്താവ് പറഞ്ഞതുപോലെ ഒരിക്കലും കർത്താവ് പിശാചിന്റെ പരിശോധനയിൽ വശംവദനായോ, വീണുപോയോ? അപ്പൊ അവന് പറഞ്ഞതെന്താ? ലോകത്തിന്റെ എല്ലാ അധികാരങ്ങളും, ഇന്ന് ക്രൈസ്തവ സഭയുടെ അനുഭവം എന്താ? ലോകത്തിന്റെ അധികാരങ്ങൾക്ക് വേണ്ടി അവർ ഏത് പിശാചുമായും കൂട്ടുകൂടുന്നവരായി തീർന്നില്ലേ? അതല്ലേ ഇന്നത്തെ അവസ്ഥ. എന്നിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താ? ഇനി പീഡാനുഭവങ്ങൾ. ഇപ്പൊ പീഡാനുഭവ ആഴ്ചയായിരുന്നു കർത്താവിന്റെ പീഡാനുഭവത്തിന്റെ ഓർമ്മയാ 10 ദിവസത്തെ നോയമ്പ്. ഇവിടെ മറ്റൊരു മ്ലേച്ഛത എന്താ? ഇവിടെ ഓശാന ഞായറാഴ്ചയാ. അന്നെന്താ? കുരുത്തോലയും പിടിച്ചോണ്ട് എല്ലാവരും പള്ളിയിലേക്ക് പോകുന്നു, വരുന്നു. എന്താ കുരുത്തോലയുടെ അടയാളം എന്ന്? ഇത് കർത്താവ് പറഞ്ഞതാണോ? കർത്താവ് താൻ ക്രൂശിക്കപ്പെടുന്നതിനും 4 ദിവസങ്ങൾക്ക് മുമ്പേ യെരുശലേമിലേക്ക് ചെന്നു. അപ്പോൾ യെരുശലേം നിവാസികൾ എന്താ ചെയ്തേ? അവിടെ അവർ വൃക്ഷത്തലപ്പുകൾ വെട്ടി വഴിയിലിട്ടു. എന്നിട്ട് തങ്ങളുടെ വസ്ത്രം അഴിച്ചവർ വഴിയിൽ വിരിച്ചു. എന്നിട്ട് അവർ കർത്താവിന് ഹോശന്ന പാടി, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് പറഞ്ഞു. അങ്ങനെ അതിനെ അനുസ്മരിക്കാൻ, അപ്രകാരം ഒരു ക്രിയയിൽ കൂടെ അതിനെ അനുസ്മരിക്കാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? കർത്താവ് ഏതെങ്കിലും അവസരത്തിൽ ശിഷ്യന്മാർക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടോ? അപ്പൊ ഈ കുരുത്തോല അത് കാണിക്കുന്ന കർത്താവ് രാജാവായി വരുന്നതിനെ സ്വീകരിക്കുന്നതാണെന്നാ അതിന്റെ അർത്ഥമെന്നാ ഈ പുരോഹിതന്മാർ പാവം വിശ്വാസികളെ പറഞ്ഞ് പഠിപ്പിച്ചേക്കുന്നത്. എങ്കിൽ ഈ പുരോഹിതന്മാർ കർത്താവ് മടങ്ങി വരുമ്പോഴേ അവനെ കാത്തിരിക്കാൻ ശ്രമിക്കുന്നവരാണോ? അവന് വേണ്ടി അവന്റെ മടങ്ങി വരവിനെ കാത്തിരിക്കുന്നവരാണോ? അവൻ രാജാവായി വരുന്നത് അവരെ അല്പമെങ്കിലും ഇഷ്ടപ്പെടുന്നവരാണോ? നാം നോക്കുക. അതോടൊപ്പം ക്രിസ്തു എന്താ ചെയ്ത്? അവൻ യെരുശലേം ദേവാലയത്തിൽ ചെന്നു. അവിടെ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും അവൻ ചാട്ടവാറിനടിച്ച് പുറത്താക്കി. അതല്ലേ? എങ്കിൽ ഇന്നത്തെ ദേവാലയങ്ങളിൽ നടക്കുന്ന ഈ വ്യവസായങ്ങളെ അടിച്ച് പുറത്താക്കാൻ യേശു കടന്നു വന്നപ്പോൾ കുരുത്തോല, ജനങ്ങൾ വഴിയിൽ കുരുത്തോല അല്ലെ വൃക്ഷങ്ങളുടെ ഇലകൾ വിരിച്ചു, ഈന്തപ്പനയുടെ കുരുത്തോല പിടിച്ചോ എന്നൊക്കെ പറഞ്ഞല്ലോ. അതിനെ അനുസ്മരിക്കുന്നതെങ്കിൽ ക്രിസ്തു പറഞ്ഞതുപോലെ, ക്രിസ്തു ചെയ്തതുപോലെ ഇന്ന് ദേവാലയങ്ങളിൽ നടക്കുന്ന ഇങ്ങനെയുള്ള ഈ കച്ചവടത്തെ ക്രിസ്തു എന്താ പറഞ്ഞത്? എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയെന്നാ പറഞ്ഞത്. അങ്ങനെ ചാട്ടവാറെടുത്ത ക്രിസ്തുവിനെ അനുഗമിക്കാൻ, അവന്റെ പ്രവൃത്തികളെ അനുഗമിക്കാൻ ഇന്നത്തെ പുരോഹിത വർഗത്തെ ചാട്ടവാറിനടിച്ച് പുറത്താക്കാൻ ഏതെങ്കിലും ആത്മായൻ തയ്യാറാകുമോ? പ്രിയമുള്ളവരെ, ഓരോ ദേവാലയങ്ങളുടെയും വാതുക്കൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന രൂപങ്ങൾ എത്രയാ, മെഴുകുതിരി എത്രയാ, എണ്ണ എത്രയാ, ഇതൊക്കെ വിറ്റ് കാശാക്കുക. കുർബാന വിറ്റ് കാശാക്കുക. കുർബാന പണം, കുർബാനയ്ക്ക് അവര് പണം വെച്ചിരിക്കുക, ചാർജ് വെച്ചിരിക്കുക. 150 രൂപയെങ്കിലും ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. എന്നിട്ട് എന്താ അവർ പറയുന്നത്? ആ കുർബാന പണം എന്ന് പറയുന്നത് തങ്ങൾ നടത്തുന്ന നേർച്ചയുടെ, ദൈവത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഒരു ഭാഗമാണെന്ന്. ഇങ്ങനെ ഇതിനെക്കുറിച്ച് കുറെ പറയാനുണ്ട്, അപ്പൊ സമയം കിട്ടൂല. അപ്പൊ കുരുത്തോല ഹോശന്ന ഞായറാഴ്ച എന്ന് പറയുന്ന ഒരു ആചാരം അവർ കൊണ്ടുവന്നു. മ്ലേച്ഛതയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. കർത്താവ് പറയാത്തത് ഇവർ അനുഷ്ഠിക്കുന്നതെല്ലാം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി കൊണ്ടുവരുന്നതാ. അടുത്തത് എന്താ? അടുത്ത ഒന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ പെസഹ വ്യാഴമാണ്. പെസഹ വ്യാഴം എന്താ ചെയ്യുന്നത്? പെസഹ വ്യാഴത്തിൽ
ഇങ്ങനെ ഒരു പെസഹ വ്യാഴം എന്ന് പറയുന്ന ഒരു ആചാരം ബൈബിളിൽ കാണാൻ പറ്റുമോ? ക്രിസ്തു പെസഹ ആചരിച്ചത് എന്നാണ്? അത് നീസാൻ മാസം 14-ാം തീയതിയാണ്. ആ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. നീസാൻ മാസം 14-ാം തീയതി അവൻ പെസഹ ആചരിച്ചു. അവൻ ആദ്യം ആചരിച്ച പെസഹ ഏതാ? ഇസ്രയേലിന്റെ മോചനത്തിനും മിസ്രയീമിൽ നിന്നുള്ള ഇസ്രയേലിന്റെ മോചനത്തിനു വേണ്ടി അവിടെ നടത്തിയ, ക്രിസ്തുവിനും ഏതാണ്ട് 1615 വർഷങ്ങൾക്ക് മുൻപ് മിസ്രയീമിൽ നടന്ന ഒരു പെസഹയുണ്ട്. ഒരു കുഞ്ഞാടിനെ അറുത്തു അവന്റെ രക്തം കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും ഇസ്രയേൽ ഭവനങ്ങളുടെ വാതിക്കൽ പുരട്ടി. ആ കുഞ്ഞാട് കാണിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. മിസ്രയീമിൽ നിന്നും ഉള്ള ഇസ്രയേലിന്റെ ആ വിടുതലിന്റെ ഓർമ്മ എല്ലാ വർഷവും കൊണ്ടാടണമെന്ന് നിർബന്ധമായും ദൈവം മോശയോടും അതിൽ കൂടെ ഇസ്രയേലിനോടും കൽപ്പിച്ചു. അത് കൊണ്ടാടേണ്ടത് നീസാൻ മാസം 14-ാം തീയതി തന്നെ ആയിരിക്കണം. നമുക്ക് തോന്നുന്ന സമയത്തല്ല. അതിനെക്കുറിച്ചും പറയാനുണ്ട്, അത് നിൽക്കട്ടെ. അപ്പോൾ അതിന്റെ ഓർമ്മയാണ് ക്രിസ്തു എന്ത് ചെയ്തത്? ഞാൻ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ്, ഞാൻ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിക്കുവാൻ ഞാൻ വാഞ്ചയോടെ കാത്തിരുന്നു എന്നാ പറഞ്ഞു, ആഗ്രഹിച്ചു. അപ്പൊ ഈ പെസഹ, നിഴലിലെ പെസഹയുടെ ഓർമ്മ കർത്താവ് കൊണ്ടാടി. അവിടെ അതിനുശേഷം കർത്താവ് അപ്പവീഞ്ഞുകൾ എടുത്തു കൊടുത്തു. ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണെന്ന് പറഞ്ഞു. ഇനി ആ നിഴലിലെ പെസഹയുടെ പൊരുളായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗം, ആ പെസഹ കുഞ്ഞാട്, ദൈവത്തിന്റെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെടാൻ പോവുകയാണ്. അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇനി ഈ അപ്പവും വീഞ്ഞും എടുത്തു കൊടുത്ത് ഇതെന്റെ ശരീരമാണെന്നും ഇതെന്റെ രക്തമാണെന്നും പറഞ്ഞു, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്നാ പറഞ്ഞു. ഇന്ന് കുർബാനയായിട്ട് കൊണ്ടാടുന്നത് നിങ്ങൾ ചിന്തിക്കണം. കുർബാനയായിട്ട് കൊണ്ടാടുന്ന കർത്താവ് എടുത്തു കൊടുത്ത ഈ അപ്പവീഞ്ഞുകളുടെ ആ അപ്പവീഞ്ഞുകളെയാണോ കുർബാന പ്രതിനിധാനം ചെയ്യുന്നത്? അതോ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നടത്തിയ ആ യാഗം, ആ പൊരുളിലെ യാഗമാണോ ഇന്ന്? ഇതിലേതാണ് നമ്മുടെ പാപത്തിന് പരിഹാരം? കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നടത്തിയ ഈ അപ്പവീഞ്ഞുകൾ തങ്ങളുടെ ശരീരത്തിന്റെ ദൃഷ്ടാന്തമാണെന്ന് പറഞ്ഞ് കൊടുത്തതിന് ശേഷം അവൻ കാൽവറിയിൽ നടത്തിയ യാഗം, അതല്ലേ നമ്മുടെ പാപത്തിന് പരിഹാരം? ഇവൻ എടുത്തു കൊടുത്ത അപ്പവീഞ്ഞുകൾ ആ യാഗത്തിന്റെ വെറും ഓർമ്മ മാത്രമല്ലേ? ഈ ഓർമ്മയ്ക്ക് നമ്മുടെ പാപത്തെ പരിഹരിക്കാൻ സാധിക്കുമോ? എന്താ പൗലോസ് പറയുന്നത്? ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്നാ പറഞ്ഞേ. കർത്താവിൻ എന്ന് പറഞ്ഞാൽ അവൻ നിങ്ങൾ ഇത് ചെയ്യുമ്പോഴൊക്കെയും എന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു എന്നാ പറഞ്ഞേ. ഇതൊരു പാപപരിഹാര ബലിയാണെന്ന് വേദപുസ്തകത്തിൽ ഒരിടത്തും പറയുന്നില്ല. അവൻ എടുത്തു കൊടുത്ത അപ്പവീഞ്ഞുകൾ പാപപരിഹാര ബലിയാണെന്ന് ഒരിടത്തും പറയുന്നില്ല. ഇന്നത്തെ മതവിഭാഗങ്ങൾ നാം ആലോചിച്ച് നോക്കി, ഇത് 3-ാം നൂറ്റാണ്ടിന് ശേഷം ക്രൈസ്തവ സഭയിൽ രൂപം കൊണ്ട അനാചാരങ്ങളാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് പെസഹ വ്യാഴം എന്ന് പറഞ്ഞ ഒരു വ്യാഴം ബൈബിളിൽ അങ്ങനെ ഒരു ആചാരം പറയുന്നില്ല. ഈ പറയുന്ന പെസഹ ക്രിസ്തു ആചരിച്ചതും അവൻ ക്രൂശിക്കപ്പെട്ടതും ഒരേ ദിവസമാണ്. നീസാൻ മാസം 14-ാം തീയതി വെള്ളിയാഴ്ചയാണ്. എന്തിനാണ്? ഇസ്രയേലിന്റെ സമയക്രമം നിങ്ങൾ നോക്കണം. വൈകിട്ട് 6 മണി മുതൽ പിറ്റേന്ന് വൈകിട്ട് 6 മണി വരെയാ അവരുടെ സമയക്രമം. ഇത് എന്തിനു വേണ്ടിയാ ദൈവം ഇസ്രയേലിന് ഇങ്ങനെ ഒരു സമയക്രമം കൊടുത്തത്? അപ്പൊ നിഴലിലെ പെസഹയുടെ പൊരുളായിരിക്കുന്ന യേശു ക്രിസ്തു അവൻ ആ നിഴലിലെ പെസഹയുടെ ഓർമ്മ ആചരിക്കുകയും അതേ ദിവസം തന്നെ അവൻ മരിക്കുകയും ചെയ്യണം. അതാണ് ദൈവസ്യം. അവിടെയാണ് ആ നിഴൽ പൊരുൾ ബന്ധം പൂർണ്ണതയിലെത്തുന്നത്. അതിനുവേണ്ടി അങ്ങനെ ഒരു സമയക്രമീകരണം ചെയ്തത്. എന്നിട്ട് ഇന്നത്തെ നമ്മുടെ സമൂഹം പെസഹ വ്യാഴം അവർ വേറെ ഏതോ കലണ്ടറാ അവർ നോക്കുന്നത്. അപ്പൊ അതിനുശേഷം നമ്മൾ കാണുകയാണ് മറ്റൊരു മ്ലേച്ഛത. എന്താ? മറ്റൊന്നുമല്ല, കാൽകഴുകൽ ശുശ്രൂഷ. ക്രിസ്തു അന്ന് എന്ത് ചെയ്തു? ശിഷ്യന്മാരുടെ കാൽ കഴുകിയില്ലേ? ക്രിസ്തു എന്താ പറഞ്ഞേ? നിങ്ങൾ ഇങ്ങനെ അന്യോന്യം ചെയ്യാൻ പറഞ്ഞപ്പോ അക്ഷരപ്രകാരം ഓരോ ശിഷ്യനും മറ്റൊരു ശിഷ്യന്റെ കാല് കഴുകി അത് ചുംബിക്കണം. അത് ക്രിസ്തു ചുംബിച്ചിട്ടുണ്ടോ? ഇന്ന് ലോകത്തുള്ള സകല
വത്തിക്കാനിൽ എന്താ ചെയ്യുന്നത്? മാർപ്പാപ്പ വിശുദ്ധരെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന കുറെ കർദിനാളന്മാരുടെ കാലുകൾ കഴുകി, ഇത് എങ്ങനെയാ, അത് സ്റ്റെറിലൈസ് ചെയ്ത് കൊണ്ടുവന്ന കാലുകളായിരിക്കും, അത് കഴുകി ലോകത്തിലുള്ള മുഴുവൻ ജീവി പ്രേക്ഷകരെയും വിളിച്ചു വരുത്തി അവരുടെ മുമ്പിൽ ഈ നാടകം കളിക്കുന്നത് ലജ്ജയാവൂലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ക്രിസ്തു പറഞ്ഞത് നമ്മുടെ സ്വഭാവത്തിൽ എളിമയുടെ, താഴ്മയുടെ, വിനയത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് വരണം എന്നുള്ള നമ്മുടെ മനുഷ്യന്റെ ആ ആഗ്രഹത്തെയൊക്കെ, അതിനൊക്കെ മൂക്കേറിടാനാ പറഞ്ഞത്. നിങ്ങളിൽ ആരാകണം പ്രധാനി എന്നുള്ളതല്ല, അധ്യക്ഷനാകണം എന്നുള്ളതല്ല, നിങ്ങൾ തമ്മിൽ തമ്മിൽ കാലുകൾ കഴുകുവാൻ തക്കവണ്ണം നിങ്ങൾ താഴ്മയും വിനയവും ഉള്ളവരായിരിക്കണം എന്നുള്ള ആ വിനയത്തിന്റെ പാഠം പഠിപ്പിച്ച ഗുരുനാഥൻ ഇന്ന് സകല അരമനകളിലും ബിഷപ്പുമാരും അതുപോലെയുള്ള ഈ പൗരോഹിത്യ മേലധ്യക്ഷന്മാര്, ഇവർ പിതാക്കന്മാരെന്ന സംബോധനയാണ്. നാണാവൂലേ ഇവർക്ക്? ഈ വിളി കേൾക്കാൻ ഇവർക്ക് നാണാവൂലേ? പിതാവ് പിതാവെന്ന്. ആരുടെ പിതാവാ? ക്രിസ്തു പറഞ്ഞില്ലേ, സ്വർഗസ്ഥനായ ഒരുവനാ നിങ്ങളുടെ പിതാവുള്ളൂ, നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്. കർത്താവിന്റെ വാക്കിന് പുല്ല് വില കൽപ്പിക്കണോ? എന്നിട്ട് ഈ പിതാവ് എന്നുള്ള നാമം തലയിലേറി അങ്ങനെ ഞെളിഞ്ഞു നടക്കാൻ ആണ് ഇവരുടെ പരിപാടി. എന്നിട്ട് അവർ എല്ലാ അരമനകളിലും വിളിച്ചിരുത്തി പുരോഹിതന്മാരുടെയോ കർദിനാളന്മാരുടെയോ കാല് കഴുകുക. ഇതിനേക്കാൾ വലിയ മ്ലേച്ഛതയുണ്ടോ പ്രിയമുള്ളവരെ? നോക്കുക. ഇനി അവിടുന്ന് കടന്നു പോവുക. ദുഃഖവെള്ളിയാഴ്ച ഇതൊക്കെ കഴിഞ്ഞു, ഉയർപ്പിന്റെ ആഴ്ച. കർത്താവ് ഉയർത്തെഴുന്നേറ്റു. കർത്താവ് പറഞ്ഞു, തന്റെ ഉയർപ്പ് നിങ്ങൾ കൊണ്ടാടണമെന്ന് കർത്താവ് പറഞ്ഞു. അവൻ ഉയർത്തെഴുന്നേറ്റിട്ട് ഈ ലോകത്തിന് മുമ്പിൽ അവൻ പ്രത്യക്ഷപ്പെട്ടോ. അവൻ തന്റെ ആ ശിഷ്യന്മാർക്ക് മാത്രം അവൻ പ്രത്യക്ഷനായി. അന്ന് കൂടെ ഇല്ലാതിരുന്ന പൗലോസിന് പിന്നീട് അവൻ പ്രത്യക്ഷനായി. അപ്പൊ ഈ ശിഷ്യന്മാർക്ക് മാത്രം പ്രത്യക്ഷനായി പുനരുത്ഥാന ശേഷം. അപ്പം ആ പുനരുത്ഥാനത്തെ ഇന്ന് എന്ത് ചെയ്യുന്നു? ക്രിസ്തു പുനരുത്ഥാനം പ്രാപിച്ചു എന്നുള്ളത് നമ്മുടെ രക്ഷയുടെ അതിന്റെ അടയാളമാണ്, കർത്താവിന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തിയാ. അതിന് നമുക്ക് സംശയമൊന്നുമില്ല. പക്ഷെ അവന്റെ പുനരുത്ഥാനം ലോകമെമ്പാടും കൊണ്ടാടണം, ആഘോഷിക്കണം. അന്ന് ക്രിസ്തു നമ്മോട് പറഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുക. അപ്പം മ്ലേച്ഛതകളുടെ ഒരു കൊടിയേറ്റല്ലേ ഇവിടെ നടക്കുക. ഇനി നമ്മൾ നോക്കുക, ഇനി കിടക്കുകയല്ലേ. ഇനി ഒരു ശനിയാഴ്ചയുണ്ട്, അതിന് കൊഴുക്കട്ട ശനി എന്നാ പറയുന്നത്, പേരിട്ട് കൊഴുക്കട്ട ശനി, അല്ലെങ്കിൽ ലാസറിന്റെ ശനി എന്നാണ് വിളിക്കുന്നത്. കൊഴുക്കട്ട ശനി അല്ലെങ്കിൽ ലാസറിന്റെ ശനി. അന്നും ബന്ധനമുക്തി ധ്യാനം നടത്തണമെന്നാണ്. വീണ്ടും നമ്മൾ കാണുകയാണ്, ഈ പരിശുദ്ധാത്മാവേ എന്ന് എന്നിൽ വന്ന് നിറയണമേ എന്ന് 3 പ്രാവശ്യം നീ ചൊല്ലിയാൽ പരിശുദ്ധാത്മാവിങ് നിറയും നിങ്ങളിൽ. ഇതാ പറയുന്നത്, പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്ന് 3 പ്രാവശ്യം ഉരുവിട്ടാൽ മതി. ഇന്ന് നോക്കുക, ദൈവത്തിന്റെ ആത്മാവ് ആരിൽ പ്രവർത്തിക്കുന്നു, എങ്ങനെയുള്ളവരിൽ പ്രവർത്തിക്കുന്നു. അപ്പൊ നാം വെറുതെ പരിശുദ്ധാത്മാവെ എന്തിനാ? പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറഞ്ഞതിന് ശേഷം ആ പരിശുദ്ധാത്മാവിനെയും കൂട്ടി അടുത്ത കള്ള് ഷാപ്പിൽ പോകാനാണോ? അടുത്ത വ്യഭിചാരശാലയിൽ പോകാനാണോ? അപ്പൊ ഇത് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അങ്ങ് നിറയുമെന്നായി പുരോഹിതൻ പറയുന്നത്. ഇതും ധ്യാനഗുരു പുരോഹിതന്റെ ഉപദേശ. ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആ വ്യക്തി മറ്റുള്ളവരോടുള്ള പെരുമാറ്റം എങ്ങനെയാണ്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ദൈവത്തിന്റെ വചനം 40 ദിവസം ക്രിസ്തു ഈ ഉപവസിച്ചപ്പോൾ അവൻ എന്താ അവിടെ ചെയ്തത്? അവൻ തിരുവഴുത്തുകൾ അവൻ എന്താണെന്ന്, തന്നെ കുറിച്ചുള്ള ദൈവിക നിർണയം എന്താണെന്ന് അവൻ തിരുവഴുത്തുകളിൽ നിന്നും പഠിക്കുകയായിരുന്നു. ഇന്നത്തെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി ദൈവത്തിന്റെ വചനം തിരുവഴുത്തുകൾ വായിക്കാൻ, ഒരു അധ്യായമെങ്കിലും വായിക്കാൻ ഈ നോയമ്പ് കാലത്തെങ്കിലും തയ്യാറാകുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇല്ലാതെ സദാ പള്ളിയിൽ അവർ നടത്തുന്ന ആചാരങ്ങൾ കൊണ്ട് രക്ഷ പ്രാപിക്കാം എന്ന് വിശ്വസിക്കുകയും അത് വേണ്ടിയുള്ള നേർച്ച കാഴ്ചകൾ നടത്തുകയും ചെയ്യുന്നവരാണ്. അപ്പൊ യെഹെസ്കേൽ പ്രവാചകൻ പറയാ, ഇനി നിങ്ങളെ ഞാൻ മ്ലേച്ഛതകൾ, ഇതിനേക്കാൾ വലിയ മ്ലേച്ഛതകൾ നിങ്ങളെ ഞാൻ കാണിക്കാം. നീ മറ്റൊന്ന് പറയാം, അനേകായിരം അത്ഭുതങ്ങൾ അടയാളപ്പെടുത്തിയ ഈ വർഗീസ് പുണ്യാളനോട് പ്രാർത്ഥിക്കുക എന്നാ. അനേകായിരം അത്ഭുതങ്ങൾ നടത്തി അത് അടയാളപ്പെടുത്തി ഇരിക്കുക.
അങ്ങനെയുള്ള ഗീവർഗീസ് പുണ്യാളിനോട് പ്രാർത്ഥിക്കാൻ. ഗീവർഗീസ് പുണ്യാളിലാണ് ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ. വിശേഷിച്ചും പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ ഗീവർഗീസ് സ്പെഷ്യലൈസ്ഡ് വിശുദ്ധന്മാരാ, പുണ്യവാളന്മാരാ. പാമ്പ് കടിച്ചാൽ ഒരാള്. ഇനി വേറെ ഉണ്ട്, എന്തെങ്കിലും വസ്തുക്കൾ കളവ് പോയാൽ അങ്ങേരോട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. അങ്ങേരൊരു അത് ഭ്രാന്തൻ കുര്യച്ചന്റെ കുരിശുള്ള സ്ഥലമെന്നാണ്. ഭ്രാന്തൻ കുര്യച്ചന്റെ കുരിശുള്ള സ്ഥലം. അവിടെ ചെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കളവ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ പ്രാർത്ഥിച്ചാൽ മതി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. പിന്നെ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റോ നമ്മുടെ ഇവിടുത്തെ മറ്റ് നീതിന്യായ വ്യവസ്ഥിതികളുടെ ആവശ്യമുണ്ടോ? സകല മനുഷ്യരും ഭ്രാന്തൻ കുര്യച്ചന്റെ കുരിശെവിടെയാന്ന് അന്വേഷിച്ച്, അതല്ല ഏറ്റവും വലിയ ഭ്രാന്ത്. ആ കൊടുത്തിരിക്കുന്ന പേര് വളരെ യോജിക്കും, ഭ്രാന്തൻ കുര്യച്ചൻ. ഏതാ നിങ്ങളുടെ കളവ് മുതലുകൾ മുഴുവൻ ഞാൻ പിടിച്ചു തരാം. പോലീസ് നായയുടെ സ്വഭാവത്തിലാണോ? അപ്പൊ ഇവരുടെ ഒരു വിശുദ്ധൻ എന്നാണ്, നമ്മുടെ പോലീസ് നായയുടെ സ്വഭാവമുള്ള വിശുദ്ധനാ. വീണ്ടും പറയാം, ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളിമണികൾ, സപ്തസ്വരങ്ങൾ മുഴക്കുന്ന ഒരു പള്ളി ഉള്ള 3 പള്ളിമണികളുള്ള ഒരു പള്ളി. അവിടെ ചെന്നാൽ മതി. ഈ പള്ളിമണികൾ എവിടുന്നാ കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട്. ജർമ്മനിയിലെ ഹാംബർഗിൽ നിന്നാ കൊണ്ടുവന്നത്. അതിൽ ഒരു പള്ളിമണിയുടെ തൂക്കം 1660 കിലോയാ. മറ്റൊരു മണിയുടെ തൂക്കം 1173 കിലോയാ. മറ്റൊന്നിന്റെ 710 കിലോയാ. ഇങ്ങനെയുള്ള പള്ളിമണികൾ കൊണ്ടുവന്ന് വിദേശത്ത് നിന്നും കൊണ്ടുവന്ന് ഇവിടെ പള്ളികളിൽ പ്രതിഷ്ഠിച്ച് അതിൽ നിന്നും സപ്തസ്വരങ്ങൾ പുറപ്പെടുവിക്കുക. ആരാധനയ്ക്ക് വേണ്ടി മനുഷ്യനെ കൂട്ടുന്ന മ്ലേച്ഛതകളല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. വീണ്ടും എന്താ പറയുന്നത്? കുറെ പള്ളികളുടെ പേരുകളുണ്ട്, കുറേയേറെ. എവിടെ നോക്കിയാലും അതേ ഉള്ളൂ. എൻ്റെ വീട് പിറവത്താണ്. ഇവിടെ പിറവത്ത് രാജാക്കളുടെ പള്ളിയുണ്ട്. അവിടെ ചെന്നാൽ മതി. അവിടെ ഈസ്റ്റർ നടത്തുന്ന പൈതൽ നേർച്ച എന്നുള്ള നേർച്ചയുണ്ട്. പക്ഷെ എന്തൊരു ഗതികേടാന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ എല്ലാ കാര്യസാധ്യത്തിനും പിറവത്ത് രാജാക്കളെ സമീപിച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്നവരാ. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അടി നടക്കുന്ന ഒരു പള്ളിയാ പിറവത്ത് പള്ളി. പിറവത്ത് രാജാക്കന്മാരുടെ പള്ളിയിലാ അടിയുടെ ബഹളം. ആലോചിച്ച് നോക്കിയേ. അപ്പൊ അവിടുത്തെ ഈ പ്രശ്നം ആർക്കാണ് ഈ പള്ളി അവകാശപ്പെട്ടതെന്നുള്ള ആ തർക്കം തീർക്കാൻ പോലും സാധിക്കാത്ത രാജാക്കന്മാരുടെ പള്ളി. ആ രാജാക്കന്മാരുടെ അടുക്കലേക്കാ നമ്മളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി നമ്മൾ പോകുന്നത്. ഇങ്ങനെ പോകുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു നിമിഷം ആലോചിക്കണ്ടേ? സ്വന്തം കാൽച്ചുവട്ടിലെ മണൽ ഒഴുകിപ്പോയിട്ട് അതറിയാത്ത രാജാക്കന്മാർ. അപ്പൊ എവിടെ പണമുണ്ട്, എവിടെ വരുമാനമുണ്ട്, അവിടെ അടിയുള്ളൂ. അധികാരത്തിനു വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, സമ്പത്തിനു വേണ്ടി ക്രൈസ്തവ സഭയെ കുരുതി കൊടുത്തവരല്ലേ ഈ പുരോഹിത വർഗം ആചാരങ്ങളുടെ പേരിൽ. ഇനി ഇവിടെ അടുത്ത് മറ്റൊരു ദേവാലയമുണ്ട്, കുറവിലങ്ങാട് മർത്തമറിയം ദേവാലയം. അവിടെ എന്താ പറയുന്നത്? അത് മുത്തിയമ്മയുടെ പ്രത്യക്ഷതയുണ്ടായതാണെന്ന് പറയും. ആട് മേച്ച് നടന്ന കുഞ്ഞുങ്ങൾക്ക് അവിടെ ഒരു നീരുറവ കണ്ടു. അവിടെ മുത്തിയമ്മ പ്രത്യക്ഷപ്പെട്ടു. ആരാ ഈ മുത്തിയമ്മ? അത് മറ്റാരുമല്ല, കർത്താവിന്റെ അമ്മയായിരിക്കുന്ന മറിയയാണെന്ന്. എന്നിട്ട് അവിടെ വർഷം തോറും കപ്പലോട്ടം എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഒരു മ്ലേച്ഛത അവർ ആചരിക്കുക. അവിടെ വരുന്ന ജനങ്ങൾ അവിടെ എവിടെയോ മത്സ്യബന്ധനത്തിന് പോയ കുറച്ചുപേരെ കടൽക്ഷോഭത്തിൽ നിന്നും രക്ഷിച്ചു. അവിടെ പ്രത്യക്ഷപ്പെട്ടു കന്യക മറിയം അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതിന്റെ മുന്നോടിയായിട്ട് കടപ്പൂര് ദേശക്കാർക്ക് മാത്രമേ ഈ കപ്പല് എടുത്തോണ്ട് പോകാൻ അവകാശമുള്ളൂ. കാരണം അവരെ അവിടെ രക്ഷിച്ചത്. അപ്പൊ ഇത്രയും ജനങ്ങളെ അന്ധതയിലാക്കുന്ന ഒരു സംവിധാനം, ഒരു ആചാര ജഡിലമായിരിക്കുന്ന, ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ ആരുടെ മേശയിലാണ്? പിശാചിന്റെ മേശയിലാണ് നിങ്ങൾ സേവിക്കുന്നത്. ദൈവത്തിനും പിശാചിനും ഉള്ള മേശ. ഇവര് ഒരു വാക്കുകൊണ്ട് പറയും ഇത് ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ്, മറുവാക്കുകൊണ്ട് പറയും പിശാചിന് വേണ്ട എല്ലാ ആചാരങ്ങളും അവിടെയുണ്ട്. അപ്പൊ നിങ്ങൾ പിശാചിന്റെ മേശയിലും ദൈവത്തിന്റെ കർത്താവിന്റെ മേശയിലും നിങ്ങൾ അംശികളാകാൻ പാടില്ല. യെഹെസ്കേൽ പറയും നിങ്ങൾക്ക് ഞാൻ വലിയ വലിയ മ്ലേച്ഛതകൾ കാണിച്ചു തരാം. ഇങ്ങനെ കാണുന്ന മ്ലേച്ഛതകളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം എന്താ മുത്തിയമ്മയുടെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടെന്ന്. ഇനി കൊരട്ടി ചെന്നാൽ അവിടെയുണ്ട് കൊരട്ടി മുത്തി. നോക്കിയേ,
ഇപ്പൊ കുറവിലങ്ങാടത്തെ സ്ഥിതി പറയുന്നത് എന്താ? അവിടെ കപ്പലോ 3 നോമ്പ് തിരുനാളിന്റെ എന്തായി കപ്പലോട്ടം. ഇവിടെ വന്നാൽ സകല പ്രശ്നങ്ങളും പരിഹരിക്കുന്ന പറയുന്നത്. വേറൊന്ന് രാമപുരം പള്ളിയുണ്ട്. രാമപുരം പള്ളിയെ കുറിച്ച് പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളിയാണ്. ഇത് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ വാഴുന്ന ദേശമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെയൊക്കെ ക്രിസ്തുവിനോ ദൈവം ലോകത്തെ സ്നേഹിച്ചത് തന്റെ ഏകജാതനായ പുത്രനെ നൽകിയിട്ടാണ്. ആ ക്രിസ്തു നമുക്ക് വേണ്ടി നടത്തിയ യാഗത്തിന്റെ ബലിയുടെ ത്യാഗത്തിന്റെ ഒരു ചെറിയ സ്മരണ പോലും, അതിൻ്റെ ഒരു കണിക പോലും ഇവർക്ക് ഉണ്ടോ? ഇവിടെ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചന്റെ സ്മരണ നിലനിൽക്കുന്ന രാമപുരം പള്ളി, ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളി. എന്തൊരു അഹങ്കാരം നമ്മൾ ആലോചിച്ച് നോക്കി. ഇതാ യെരുശലേം ദേവാലയം അത് ഇടിഞ്ഞു പൊളിഞ്ഞു. യേശു പറഞ്ഞു ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുന്ന കാലം വരും. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിലാ നാം കാണുന്നത്. എന്നിട്ട് ഈ രാമപുരം പള്ളിയിൽ പറയുന്നത് അവിടെ പോയി പ്രാർത്ഥിച്ചാൽ ഏത് കാര്യവും സാധ്യമാകുമെന്ന. അപ്പൊ കൺഫ്യൂഷൻ അല്ലേ? നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിക്കാൻ ഏത് പള്ളിയിലൊക്കെ പോണം? ഇനി മറ്റൊന്ന് മലയാറ്റൂർ പള്ളിയാ, കുരിശുമല മലയാറ്റൂർ. നോക്കിയേ, ഈ വിശുദ്ധ വാരത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു മ്ലേച്ഛത, ഒരു വലിയ മരക്കുരിശും ചുമന്നുകൊണ്ട്, എനിക്ക് തോന്നുന്നില്ല തടിയാണെന്ന്. കാരണം ഒരാൾക്ക് തന്നെ അത്രയും വലിയ കുരിശ് ചുമന്നു പോകാൻ സാധിക്കില്ല. നമ്മുടെ വഴിയിൽ കൂടെ, ഹൈവേയിൽ കൂടെ ഒക്കെ കാണുകയാണ് ഒരു വ്യക്തി ഈ വലിയ മരക്കുരിശും ചുമന്ന് ആടി കള്ളുകുടിയനെ പോലെ ആടി പോകുന്ന ഒരു ചിത്രം നമുക്ക് ഈ ഫേസ്ബുക്കിൽ കാണാൻ സാധിക്കും. എന്നിട്ടെന്താ, 2-3 പേർ പുറകെ നടന്ന് ചാട്ടവാറിന് അടിക്കുക. എവിടെയാ അടിക്കുന്നത്? ഈ വ്യക്തിക്കിട്ടാണോ? നോക്കി, ഇതിൽ പരം ക്രിസ്തുവിനെ ആക്ഷേപിക്കാനുണ്ടോ? ക്രിസ്തു പറഞ്ഞോ തന്റെ ക്രൂശെടുത്ത് താൻ കാൽവറിയിൽ മരിച്ചും തന്നെ ക്രൂശിച്ച ആ ക്രൂശെടുത്തുകൊണ്ട് നിങ്ങൾ പോകണം എന്നാണോ പറയുന്നത്? എന്നെ അനുഗമിക്കുന്നവൻ തന്റെ ക്രൂശെടുക്കട്ടെന്നാ പറഞ്ഞത്. നമുക്ക് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നാം എടുക്കേണ്ടത് ക്രിസ്തുവിനെ അനുഗമിക്കാനുള്ള പാതയിൽ നമുക്ക് നേരിടുന്ന വൈഷമ്യങ്ങളെയും പ്രതിസന്ധികളെയും ആണ് നാം ക്രൂശായി കാണേണ്ടത്. ഒരുവൻ ജീവന്റെ മാർഗത്തിലെത്താൻ നമ്മെ തടസ്സപ്പെടുത്തുന്ന ഇതുപോലെയുള്ള 100 ആചാരങ്ങളുണ്ട്. ഈ ആചാരങ്ങളൊക്കെ വലിച്ചെറിയാൻ നീ തയ്യാറാണെങ്കിൽ ഇതൊക്കെ നീ ചുമക്കുന്ന, ഇതൊക്കെ നിന്റെ മേലുള്ള കുരിശ, ഇതൊക്കെ നീ വലിക്കാൻ മാറണം. അപ്പൊ ഈ ക്രിസ്തുവിന്റെ ക്രൂശ് എന്നുള്ള രൂപത്തിൽ അവനെ അപമാനിക്കുവാൻ വേണ്ടി, എന്നിട്ടോ മലയാറ്റൂർ ചെന്നിട്ട് 15 ഇടങ്ങളിലാ ക്രിസ്തു ഗോൽഗോഥായിലേക്കുള്ള യാത്രയിൽ 15 ഇടങ്ങളിൽ വീണു. അത് പുനരാവിഷ്കരിക്കുക മലയാറ്റൂര്. എന്തൊരു മ്ലേച്ഛതയാ! നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ക്രിസ്തുവിന്റെ മനസ്സിൽ പോലും തോന്നിയിട്ടുള്ള കാര്യങ്ങളാണോ? നമ്മളൊന്ന് ആലോചിക്കുക. ഇനി മറ്റൊരു പള്ളിയുണ്ട്, മുതലക്കോടം മുത്തപ്പന്റെ പള്ളി. അവിടെ പ്രാർത്ഥിച്ചാൽ അത് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. പ്രാർത്ഥന കേൾക്കുന്ന പള്ളിയാണ്, ദൈവമെന്നല്ല. അത് പ്രാർത്ഥന കേൾക്കുന്ന പള്ളി. ഏത്? മുതലക്കോടൻ മുത്തപ്പന്റെ പള്ളി. ഇനി അടുത്തത് നമ്മൾ വടക്കൻ പറവൂരി എന്നാൽ ഇതുപോലെ തന്നെ തോമാശ്ലീഹ സ്ഥാപിച്ചതാന്നാ പറഞ്ഞത്. ആ പള്ളിക്ക് കുറെ വിശേഷതകളുണ്ട്. ഇനി ഇവിടെ എൻ്റെ വീടിനടുത്ത് തന്നെ മറ്റു സ്ഥലമുണ്ട്, കൂത്താട്ടുകുളം. അവിടെ യൂദാശ്ലീഹായുടെ പള്ളിയാണ്. അവിടുത്തെ നേർച്ച എന്താണെന്നറിയോ? അരിയിടല അവിടുത്തെ നേർച്ച. ഇപ്പൊ ഇങ്ങനെ ഈ യൂദാശ്ലീഹായോട് പ്രാർത്ഥിച്ചാൽ ഏതാഗ്രഹവും സാധിച്ചു കിട്ടുന്ന. മറ്റൊന്നുണ്ട്, കാഞ്ഞൂർ പുണ്യാളൻ എന്ന് വെച്ചിട്ട്, കാഞ്ഞൂർ പുണ്യവാളൻ. ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്ക് ചെന്നാൽ അവിടെയുണ്ട് വെട്ടുകാട്, അവിടെയുണ്ട് പുണ്യവാളൻ. ഇങ്ങനെ പുണ്യവാളന്മാരുടെ ഘോഷയാത്രയല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ എന്തിനു വേണ്ടിയാ? ഇപ്പൊ ജനങ്ങളെ സ്വന്തം രാഷ്ട്രീയക്കാർ ചെയ്യുന്ന പോലെയാ. അവിടെ അവരുടെ പാർട്ടി അംഗങ്ങൾ കൊഴിഞ്ഞു പോകാതിരിക്കാൻ അവർ ഓരോ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യും. ഓരോ സമരങ്ങൾ, ഓരോ സമര മുഖങ്ങൾ അവർ തുറക്കുകയാണ്. യുവാക്കളെ അവിടെ പിടിച്ചു നിർത്തണം. അതുപോലെ തന്നെ പാർട്ടി അംഗങ്ങളെ പിടിച്ചു നിർത്തണം. നിർജീവമാകാൻ പാടില്ല. അപ്പൊ നിരന്തരം ഇവർക്ക് അവർ ആക്റ്റീവായിരിക്കാൻ അവർക്ക് രാഷ്ട്രീയ പാർട്ടികൾ ഓരോ പരിപാടി കൊടുക്കും. അതുപോലെയാണ് ഇവിടുത്തെ വിശ്വാസികളെ ഈ പൗരോഹിത്യ മേധാവിത്വത്തിന്റെ ചട്ടക്കൂടിൽ നിന്നും പുറത്തു പോകാതിരിക്കാൻ അവർക്ക് ഇതുപോലെയുള്ള
രക്ഷാമാർഗങ്ങൾ ഉപദേശിച്ചുകൊണ്ട് ഓരോ ദിവസവും അവരെ പുരോഹിതന്റെ കാൽക്കീഴേക്ക് വിളിച്ചടിപ്പിക്കുന്നവരാ. എത്രയോ ദുഃഖകരമായിരിക്കുന്ന കാഴ്ചകളാ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇവിടെ യെഹെസ്കേൽ പ്രവാചകൻ പറയാം, അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു. സൂര്യ നമസ്കാരം ഇവിടുത്തെ ജാതീയ ചിന്താഗതികൾ അത് ക്രൈസ്തവ സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടില്ലേ? അപ്പൊ അതിനേക്കാളൊക്കെ വലിയ മ്ലേച്ഛതകൾ ഞാൻ നിങ്ങളെ കാണിക്കാം എന്ന് പറയുക. തമ്മൂസിനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. തമ്മൂസാരാ? തമ്മൂസ് എന്ന് പറയുന്നത് ഒരു ജാതീയ ദൈവമാണ്, ഒരു ജാതീയ ദേവതയെ തമ്മൂസ് എന്ന് പറയുന്നത്. ഫെർട്ടിലിറ്റിയുടെ, സമ്പന്നതയുടെ, വിളവെടുപ്പിന്റെ ഒക്കെ ദേവതയാണെന്നാ പറയുന്നത്. ഇവിടെ വേനൽ ഉണ്ടാകുമ്പോൾ അവർ പറയും തമ്മൂസ് ദേവത ഇവിടെ നിന്നും മരിച്ചു മണ്ണിനടിയിലേക്ക് പോയി, അതാ വേനല്. വീണ്ടും ഇവിടെ വസന്തകാലം വരുമ്പോഴേ, അല്ലെങ്കിൽ ഇവിടെ വർഷകാലം വരുമ്പോഴവർ പറയും ഇവിടെ ചെടികളൊക്കെ പുഷ്പിക്കാൻ തുടങ്ങും, പറയും തമ്മൂസ് ദേവത ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നു. ഇങ്ങനെ ദേവീ ദേവന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് പ്രകൃതി ശക്തികളെ ആരാധിച്ചുകൊണ്ട് ജീവിച്ച ഒരു ജനതയുടെ കാലടികൾ പിന്തുടർന്നുകൊണ്ട് ക്രൈസ്തവ സമൂഹം ഏകദൈവത്തെ വിശ്വസിക്കാനും ഏകദൈവ ആരാധനയിൽ നിന്നും വഴിതെറ്റിപ്പോയി. അവരിങ്ങനെ ലോകത്തിൽ ഏതെല്ലാം അശുദ്ധ മാർഗത്തിൽ കൂടെയും ആചാരങ്ങൾ എന്നുള്ള പേരിൽ, പാരമ്പര്യങ്ങൾ എന്നുള്ള പേരിൽ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഇങ്ങനെ വികൃതമായിരിക്കുന്ന കുറെ ആചാരങ്ങളുടെ വലിയ കലവറയാ ക്രൈസ്തവ സമൂഹം, പറയാതിരിക്കാൻ പറ്റൂല. പ്രിയമുള്ളവരെ, തീർച്ചയായും നിങ്ങൾ ഇതൊക്കെ ആചരിക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധ തിരുവഴുത്തിലേക്ക് ഒരു നിമിഷം നോക്കണം. നിങ്ങൾ അതിലേക്ക് തിരിഞ്ഞു നോക്കണം. നിങ്ങളോട് പുരോഹിതൻ പറയുന്ന ഏതാചാരവും, ഏതെങ്കിലും ഒരു ആചാരം വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ടോ? ഞാൻ രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. എന്നാൽ യേശുവിൽ വിശ്വസിച്ചാൽ നമുക്ക് ജീവൻ പ്രാപിക്കാം എന്നുള്ളതല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നു. നിത്യജീവനെ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് യേശുവിന്റെ അടുക്കൽ ചോദിച്ച യഹൂദ പ്രമാണിയോട് യേശു എന്താ പറഞ്ഞേ? ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുക എന്നുള്ളത്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. ഇതിനേക്കാൾ ഉപരിയായി മറ്റ് ഒരു കർമ്മങ്ങളും കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇങ്ങനെ നിങ്ങൾ അനുഷ്ഠിക്കുന്ന ഓരോ കർമ്മങ്ങളും പിശാചിന്റെ മേശയ്ക്ക് പങ്കാളികളാകുന്നവരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടുത്തെ ധ്യാന ഗുരുക്കന്മാരെന്ന് വിശ്വസിക്കുന്ന, എന്ന് വിളിക്കുന്ന, നിങ്ങളുടെ മുമ്പിൽ ഞാൻ ധ്യാനഗുരുവാണ് എന്ന് പറഞ്ഞു വരുന്ന ഓരോ ധ്യാനഗുരുവും അവർ പിശാചിന്റെ മേശയിൽ നിന്നാണ് നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തരുന്നത്. അവർ ദൈവത്തിന്റെ മേശയിൽ പങ്കാളികളാണെന്ന് നിങ്ങളെ കപടമായി ധരിപ്പിച്ചുകൊണ്ട് അവരുടെ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും സമ്പത്തും നിലനിർത്താൻ വേണ്ടി അവർ നിങ്ങളെ പിശാചിന്റെ മേശയിലേക്ക് വഴി നടത്തുന്നു. പ്രിയമുള്ളവരെയും നിങ്ങൾ തിരിച്ചറിയണം. തിരിച്ചറിവിന്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം, സത്യവചനം യഥാർത്ഥമായി ചിന്തിക്കാനും പഠിക്കാനും നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു.